Hello everyone and welcome back to another informative video of Triple I. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. വലിയ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് കുറഞ്ഞ വാക്കുകളിൽ. നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുകയാണ്. തേർഡ് ടേമിൻ്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫൈനൽ ടേമിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. നമ്മളുടെ അവസാന കാൽവെപ്പുകളിലേക്ക്, ഈ ഒരു വർഷത്തെ അവസാന കാൽവെപ്പുകളിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പം എന്തൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടേമിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പോണത്. ഇംഗ്ലീഷിന്റെ തേർഡ് ടേം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, ഹിയർ വി ഗോ. നമ്മൾ ഫിനിഷിംഗ് ലൈനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ബാക്കിൽ കാണുന്ന പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഓടി അടുത്ത് ഏകദേശം ഒരു 75 to 80% ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദൂരം കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇയർ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. മാത്രമല്ല, നമ്മുടെ ഒരു ഇയർ അങ്ങ് കഴിഞ്ഞു അല്ലേ. നമ്മുടെ പകുതി ദൂരം +1 കാരായതുകൊണ്ട് തന്നെ നമ്മുടെ പകുതി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ് ഇനി ഒരു വർഷം മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇംഗ്ലീഷിന്റെ പേപ്പറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയണ്ടേ. ഓൾറെഡി നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ എന്താ പറയേണ്ടത് യൂണിറ്റ് വൈസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ലൈക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിൽ ഏതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? 2 യൂണിറ്റുകളാണ്. അതായത് യൂണിറ്റ് 5 and 6 ആണ് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത് ഫൈനൽ ടേമിൽ അല്ലേ. അപ്പോൾ ഹാർമണി ഓഫ് ലൈഫ് എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റും അതുപോലെ തന്നെ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന് പറയുന്ന 6ാമത്തെ യൂണിറ്റും ആയിരിക്കും നമ്മൾ ഈ ഒരു ടേമിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതിൽ തന്നെ കുറേ അധികം ഗ്രാമർ കോൺസെപ്റ്റുകൾ, സ്റ്റോറി ഉണ്ടാവും, പിന്നെ ഡിസ്കഷൻ ഉണ്ട്, എസ്സേസ് ഉണ്ട്, പോം ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം അതിനെ കുറിച്ചിട്ട്. ഇതാണ് ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ഒരു ലെസൺ പ്ലാൻ എന്ന് പറയും. അതായത് നമുക്ക് ഈ ഒരു ഓരോ ടേമിലും പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിസ്കഷൻ നടത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ലെസൺ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. ടേം 1 കാണുന്നുണ്ടാവും അല്ലെ. ടേമിൽ 1 ഏതൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്, ടേം 2 നമുക്ക് ഏതൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടേം 3ലേക്കാണ്. ഓക്കെ, ടേം 3ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടേബിൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. ടേം 3 എന്ന് പറയുന്നത് ബേസിക്കലി വളരെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. ജാനുവരി മുതൽ ഇതെവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം. പിന്നീട് അങ്ങോട്ട് റിവിഷന്റെ ടൈമാണ്. സോ ജാനുവരി ടു ഫെബ്രുവരി എന്നുള്ള ആ ഒരു ടൈം മാത്രമേ നമുക്കുള്ളൂ. അതിനുള്ളിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് 6 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, 6 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. യൂണിറ്റ് 5 നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെയാണ്? ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ഒരു പോം ഉണ്ട്. അതുപോലെ തന്നെ പോം മാത്രമല്ല, അത് കഴിഞ്ഞ് ടു സ്ലീപ്പ് എന്ന് പറയുന്ന ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പോം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് യൂണിറ്റ് 5 പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു സ്റ്റോറി ഉണ്ട്, ഒരു പോം ഉണ്ട്, ആൻഡ് ഒരു എസ്സേ ഉണ്ട്. യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ്? ദ സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദ സൈബർ സ്പേസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് ഇറ്റ്സ് എ ഡിസ്കഷൻ. ബേസിക്കലി സ്പീക്കിംഗ്, ഇസ് സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇസ് സൊസൈറ്റി ഡെഡ്, അതിൽ കുറേ ആനുകാലിക പ്രസക്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ കാലത്തുള്ള കുറേ അധികം മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. കണ്ടോ, അതൊരു സ്റ്റോറിയാണ്, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫൈനൽ ടേമിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ഹോൾ ചാപ്റ്റേഴ്സ് ആൻഡ് ഹോൾ എന്താ പറയണ്ട യൂണിറ്റിന്റെ റിവിഷൻസിലേക്ക് പോകും. അങ്ങനെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്തിട്ട് നമ്മളൊരു എന്താ പറയണ്ട വീണ്ടും ഒരു എത്തിനോട്ടത്തിലേക്കായിരിക്കും നമ്മൾ പോകുക. ആദ്യം മുതലേ നമ്മൾ ചെറിയ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഡിസ്കഷനൊക്കെ നടത്തി ഒന്ന് പഠിച്ച് സെറ്റായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഫൈനൽ എക്സാമിന് പോകുക. അപ്പം എന്താണ് തേർഡ് ടേമിൽ പഠിക്കാനുള്ളത് +1 ഇംഗ്ലീഷിൽ? ഇനി ഇന്ന് ആർക്കും സംശയം ഉണ്ടാവരുത്, ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് പുതിയ ക്ലാസ്സസ് നമ്മുടെ ഓരോ സെഷൻസിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ്
ഐ ജസ്റ്റ് വാണ്ട് സേ ഗുഡ് ലക്ക്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കൂടെ ഉണ്ടാവും. നമുക്ക് അടിപൊളിയാക്കാം, ഉഷാറാക്കാം. ഈ ഒരു ടേം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മൊത്തം റിവൈസ് ചെയ്ത് സെറ്റ് ആക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് പൊളിക്കണം. നമുക്ക് അത്രയൊക്കെ മാത്രമേ പറയാനുള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ഇൻഫർമേറ്റീവ്, ഇറ്റ് വാസ് യൂസ്ഫുൾ. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, പ്ലീസ് ഡു ഷെയർ. I'll come back with another video. Till then, this is me, Harry, signing off. Thank you so much for watching.